മാസത്തിൻ്റെ ആദ്യ തിങ്കളാഴ്ചയിൽ നമുക്ക് കർത്താവിൻ്റെ വിലയേറിയ സന്നിധിയിൽ വീണ്ടും ചേർന്ന് വരുവാനായിട്ട് ദൈവം നൽകിയ സാവകാശത്തെ ഓർത്ത് സന്തോഷിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. ഗിരിപ്രഭാഷണത്തെ അധികരിക്കുന്ന പാഠങ്ങളാണല്ലോ നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ച് വരുന്നത്. അതിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം പ്രവേശിച്ചായിരുന്നു. 5-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങളെ അധികരിച്ച് നമ്മളൊരു ചിന്താവിഷയം ധ്യാനിക്കാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന മനോഹരമായ സത്യമാണ് നാം ചിന്തിക്കുവാൻ ഇടയായിട്ട് തീർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് കൈമാറിയ വളരെ പ്രധാനപ്പെട്ടതായ ഈ സന്ദേശത്തിൻ്റെ മഹത്വമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർക്കുവാൻ ഇടയായിട്ട് തീർന്നത്. ലോകത്തിലെ നേതൃത്വങ്ങളുമൊക്കെ അധികവും ഈ ലോകത്തിൽ വലിയവരായി തീരാനുള്ള വഴികൾ തേടാനിടയായിട്ട് തീരുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ ഉൾക്കാഴ്ചയോടുകൂടി തൻ്റെ ശിഷ്യന്മാർ ജീവിക്കണം, സാക്ഷ്യം വഹിക്കണം എന്നുള്ളത് നമ്മുടെ കർത്താവിൻ്റെ വലിയ ആഗ്രഹമായിരുന്നു എന്നുള്ളത് നാം കാണുന്നുണ്ട്. അതിൽ ചില പ്രയോഗങ്ങൾ നമ്മൾ കാണാൻ ശ്രമിക്കുകയായിരുന്നു. ആരാണ് സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന ചോദ്യം ആ വേദഭാഗത്തോട് ചോദിച്ചാൽ അവിടെ നമുക്ക് വളരെ കൃത്യമായും അതിൻ്റെ ഉത്തരം ലഭിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടുന്നത്. നമ്മുടെ ഈ പഠനത്തിൻ്റെ തലക്കെട്ട് തന്നെ ദൈവത്തിൻ്റെ വചനത്തോടുള്ള അനുസരണത്തെ അധിഷ്ഠിതമായിട്ടാണല്ലോ ഇരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം അത് ആചരിച്ച് പഠിപ്പിക്കുവാനായിട്ട് സാധിക്കണം. ഇപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചത് പഠിപ്പിക്കാനുള്ള വലിയ നിയോഗം കുടുംബത്തിൽ ദൈവം നൽകിയിട്ടുണ്ട്, സഭയ്ക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളത് നാം സാധാരണ ചിന്തിക്കുന്നതായ കാര്യമാണ്. കർത്താവ് തന്ന മഹാനിയോഗത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ടല്ലോ, പഠിപ്പിച്ച് ശിഷ്യപ്പെടുത്താനുള്ളതായ വലിയ ഉത്തരവാദിത്വം ഉണ്ട്. അപ്പോൾ അത് സഭയിൽ മാത്രമല്ല, പിന്നെയോ ദൈവം സ്ഥാപിച്ച കുടുംബത്തിലൂടെ ഈ വലിയ കാര്യം സാധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് നമുക്കവിടെ ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആ വിഷയത്തിൻ്റെ വിശദീകരണത്തിൽ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന് ദൈവം നൽകിയ വളരെ പ്രധാനപ്പെട്ടൊരു നിയോഗത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുവാൻ ഇടയായിട്ട് തീർന്നത്. അത് നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിലാണ് ആ നിയോഗം നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ അബ്രഹാമിനെ എന്തിനു തിരഞ്ഞെടുത്തു എന്ന് നമ്മൾ വായിക്കുമ്പോൾ, എന്തിനു തിരഞ്ഞെടുത്തു എന്നാണ് ആ വാക്യത്തിൽ പറയുന്നത്? തൻ്റെ മക്കളോടും കുടുംബത്തോടും ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ കൽപ്പിക്കേണ്ടതിന് വേണ്ടിയാണ് തിരഞ്ഞെടുത്തത് എന്നുള്ളത് നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ചിന്താവിഷയത്തിൽ കൽപ്പിക്കാനായിട്ട് അത് ആചരിച്ചു കൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് നന്നായി പഠിച്ചാൽ മക്കളോട് കൽപ്പിക്കുകയോ ഉപദേശിക്കുകയോ ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ എന്തിനാണ് അബ്രഹാമിനെ തിരഞ്ഞെടുത്തത് എന്നുള്ളതായ കാര്യം പറയുമ്പോൾ തന്നെ
മക്കളോട് യഹോവയുടെ വഴിയിൽ നടപ്പാൻ കൽപ്പിക്കേണ്ടതിന് എന്ന് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ഓർത്ത വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, യഹോവയുടെ വഴിയിൽ നടപ്പാൻ കൽപ്പിക്കുന്നതിന് മുമ്പ് അബ്രഹാം എന്ത് ചെയ്യണമായിരുന്നു? വീട്ടിൽ ആ നീതിയോട് കൂടി തൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട് സാധിക്കേണ്ടിയിരുന്നു എന്നുള്ളത് നമുക്കവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ ഉൾക്കൊള്ളുന്ന വളരെ പ്രധാനപ്പെട്ടൊരു സത്യം, ദൈവത്തിൻ്റെ വചനം നമുക്ക് ഉൾക്കൊള്ളാനും അത് പ്രമാണിച്ച് ജീവിക്കുവാനും നമ്മുടെ മക്കളോടും കുടുംബങ്ങളോടും അത് കൽപ്പിക്കുവാനുമുള്ളതായ വലിയ ഉത്തരവാദിത്വം അബ്രഹാമിന് മാത്രമല്ല നമുക്കുമുണ്ട് എന്നുള്ളതായ സത്യം നമുക്കവിടെ ചിന്തിക്കുവാനായിട്ട് സാധിക്കുകയായിരുന്നു. ഞാൻ ഈ കാര്യം വിശദീകരിച്ച് വരുമ്പോൾ അങ്ങനെ ദൈവീക നിയമങ്ങൾ കൃത്യമായിട്ട് അനുസരിച്ച് തങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് കൈമാറി കൊടുത്തതായ ഒരു മാതൃകാ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞാണ് കഴിഞ്ഞ ക്ലാസ് ഞാൻ അവസാനിപ്പിച്ചത്. ആ കുടുംബം ഏതായിരുന്നു? അതൊന്ന് പറയണ്ടേ? യിരെമ്യാ പ്രവചനം 35-ാം അധ്യായത്തിൽ കാണുന്ന രേഖാബ്യ കുടുംബം ഇതിൽ വളരെ മനോഹരമായ മാതൃകയാണ്. രേഖാബിൻ്റെ മകനായ യോനാദാബ് തൻ്റെ മക്കൾക്ക് വേറിട്ട ചില കൽപ്പനകൾ നൽകിയിരുന്നു എന്നുള്ളത് നമുക്കവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയുടെ ദിവസങ്ങളിലൊക്കെ ഞാൻ അധികം ഈ വഴിയിൽ ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കുവാൻ ഇടയായിട്ട് തീർന്നു. അതിൻ്റെ പശ്ചാത്തലം നമുക്ക് വളരെ നന്നായിട്ട് അറിയാം. അവിടെ നമുക്ക് അതിശക്തമായൊരു ദൂത് ദൈവം തരുന്നുണ്ട്. ഇസ്രായേൽ മക്കൾ പൊതുവെ ദൈവീക പ്രമാണങ്ങളെ തെറ്റിച്ച് പോയിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് ഈ കുടുംബത്തെക്കുറിച്ചുള്ളതായ വെളിപ്പെടുത്തൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുന്നത്. അതിൻ്റെ പശ്ചാത്തലം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. യിരെമ്യാവിനോട് ദൈവം പറഞ്ഞു, നീ രേഖാബിൻ്റെ മകനായ യോനാദാബിൻ്റെ പിൻതലമുറയെ, അവരുടെ മക്കളെ വിളിക്കണം, അവർക്ക് വീഞ്ഞു കുടിക്കാനായിട്ട് കൊടുക്കണം. അപ്പോൾ അവരുടെ പ്രതികരണം നിനക്കറിയാം എന്ന് പ്രവാചകനോട് പറഞ്ഞു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അവർ ദൈവാലയത്തിലേക്ക് തന്നെ ക്ഷണിച്ചു. അപ്പോൾ അവരുടെ മുമ്പിൽ വീഞ്ഞു നിറഞ്ഞ കുടങ്ങൾ ഒക്കെ വെച്ചു കൊടുത്തു. വീഞ്ഞു കുടിക്കാനുള്ളതായ ആ അനുവാദവും കൊടുത്തു. പക്ഷേ അവരുടെ ഉത്തരം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വായിച്ചാണ് നമ്മുടെ പാഠം അവസാനിപ്പിച്ചത്. 6-7 വാക്യങ്ങൾ, 35-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഈ പ്രവാചകനോട് അവർ പറയുന്ന മറുപടി നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആ വാക്യം വായിച്ചതാണ്. എങ്കിലും ഒരു സന്തോഷത്തിന് വേണ്ടി ഒരിക്കൽ കൂടി വായിക്കാം എന്ന് വിചാരിക്കുകയാണ്. 35-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ. അതിന് അവർ പറഞ്ഞത്, ഞങ്ങൾ വീഞ്ഞു കുടിക്കുകയില്ല. രേഖാബിന്റെ മകനായി ഞങ്ങളുടെ പിതാവായ യോനാദാബ് ഞങ്ങളോട്, നിങ്ങൾ ചെന്ന് പാർക്കുന്ന ദേശത്ത് ദീർഘായുസ്സോടെ ഇരിക്കേണ്ടതിന് നിങ്ങളും നിങ്ങളുടെ മക്കളും ഒരിക്കലും വീഞ്ഞു കുടിക്കരുത്, വീട് പണിയരുത്, വിത്ത് വിതയ്ക്കരുത്, മുന്തിരിത്തോട്ടം ഉണ്ടാക്കരുത്, ഈ വക ഒന്നും നിങ്ങൾക്കുണ്ടാകുകയും അരുത്, നിങ്ങൾ ജീവപര്യന്തം കൂടാരങ്ങളിൽ പാർക്കണം എന്നിങ്ങനെ കൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ അവരുടെ പിതാവായ യോനാദാബ് കൽപ്പിച്ചതായ കാര്യം അവർ വളരെ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ മനോഹരമായിട്ടുള്ളതായൊരു സാക്ഷ്യമാണ്. അതുകൊണ്ട് ഞാനിത് ഒത്തിരി ഈ ദിവസങ്ങളിൽ ആ സന്തോഷത്തോടെ ഓർക്കാനും ഒരർത്ഥത്തിൽ ആഘോഷിക്കുവാനും ഇടയായിട്ട് തീർന്നതായൊരു ചരിത്രമാണത്. ദൈവജനം പൊതുവെ വഴിമാറിപ്പോയ കാലഘട്ടത്തിൽ ഈ കുടുംബം വളരെ വ്യത്യസ്തമായ നിലയിൽ നിൽക്കുവാൻ
ഇടയായിട്ട് തീർന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. ഞാൻ 1-2 കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. അതോട് ചേർത്ത് ചില കാര്യങ്ങൾ കൂടി ഈ രാത്രിയിൽ ഞാൻ പറയണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഇത് ഈ പ്രവാചകൻ എന്തോ ഒരാശ്വാസമായിരുന്നു കാണും. കാരണം ഈ പ്രവാചകൻ വളരെ വേദനയോടുകൂടി ദൈവത്തിൻ്റെ ജനത്തെ പ്രബോധിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ പ്രമാണത്തിലേക്ക് ഇവരെല്ലാവരും മടങ്ങി വരണം എന്നുള്ളതാണ്. പക്ഷേ അത് താൻ കൊടുക്കുന്ന പ്രാധാന്യത്തിൽ അവർ ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളത് പ്രവാചകനെ ഏറെ വേദനിപ്പിക്കുവാൻ ഇടയായിട്ട് തീരുകയാണ്. അപ്പോൾ യിരെമ്യാവിന് ഈ കുടുംബത്തിൻ്റെ സാക്ഷ്യം എത്രയോ പ്രചോദനമായിരുന്നിരിക്കും എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. ഞാനിന്ന് പകല് ഈ വചനത്തിലൂടെ കടന്നു പോയപ്പോൾ എനിക്കുണ്ടായതായ ഒരു അനുഭവം ഓർക്കുവാൻ ഇടയായിട്ട് തീർന്നു. ഞാൻ അനേക വർഷങ്ങളായിട്ട് സഭയെക്കുറിച്ച് ധാരാളം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്കും അറിയാവുന്നതായ കാര്യമാണല്ലോ. അപ്പോൾ കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ ഞാനൊരു തീരുമാനം എടുക്കാനിടയായിട്ട് തീർന്നു. ഇനി സഭയോട് ചേർന്നുള്ള ശുശ്രൂഷകൾ ചെയ്താൽ മതി എന്നുള്ളതായ ഒരു നിർണയത്തിലേക്ക് വരാനിടയായിട്ട് തീർന്നു. ചിലപ്പോഴൊക്കെ ഞാൻ സാക്ഷ്യം പറയുമ്പോൾ അത് പറയാനിടയായിട്ട് തീരാറുണ്ട്. ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുന്നു, ഒരു സഭയിൽ ആ ബന്ധത്തിൽ വിദേശത്തുള്ളൊരു സഭയിലായതുകൊണ്ട് മിക്കവാറും എല്ലാ സഭയിലും സാക്ഷ്യം പറയുക എന്നുള്ളതൊരു സാധാരണ കാര്യമാണ്. പറഞ്ഞ കൂട്ടത്തിൽ എൻ്റെ ഈ ഉൾക്കാഴ്ചയും പറയാനിടയായിട്ട് തീർന്നു. യോഗം കഴിഞ്ഞപ്പോൾ ഒരു യുവ സഹോദരൻ മുമ്പോട്ട് വന്ന് പരിചയപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ തീരുമാനം എനിക്ക് 17 വയസ്സുള്ളപ്പോൾ എടുത്തതാണ്. ഞാനങ്ങ് അമ്പരന്ന് പോയി. ഞാൻ എത്രയോ വൈകിയാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുവാനിടയായിട്ട് തീർന്നത്. അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, സഭയാണ് ദൈവത്തിൻ്റെ സ്ഥാപനം എന്നുള്ളതായ കാര്യം എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ അന്നേ എടുക്കാനിടയായി തീർന്ന തീരുമാനമാണ്. അതുകൊണ്ട് ഇന്ന് കേട്ട സാക്ഷി എനിക്കൊരു പ്രചോദനമാണ് എന്ന് അദ്ദേഹം പറയാനിടയായിട്ട് തീർന്നത് ഇപ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർത്ത് സന്തോഷിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഈ പ്രവാചകന് ഈ യോനാദാബിൻ്റെ മക്കൾ കൊടുത്തതായ ആ പ്രചോദനവും ആശ്വാസവും എത്രയോ അധികമാണ് എന്നുള്ളത് നമുക്ക് ഇവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് ഈ യോനാദാബിൻ്റെ മക്കളുടെ വാക്കുകൾ വലിയ ആവേശത്തോടു കൂടിയായിരിക്കാം പ്രവാചകൻ ഏറ്റെടുക്കുവാൻ ഇടയായിട്ട് തീർന്നത്. ഞാനിന്ന് ഈ അധ്യായത്തിലായിരുന്നു അധികം സമയവും. അപ്പോൾ എനിക്കതിൻ്റെ പ്രതിപാദനത്തിൽ ഉൾക്കൊള്ളാൻ സാധിച്ചൊരു കാര്യം, സ്വർഗത്തിലെ ദൈവത്തിന് ഈ കുടുംബത്തിൻ്റെ സാക്ഷ്യം എന്തോ ഒരു സന്തോഷമായിരുന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് കഴിയുകയാണ്. ഈ കുടുംബത്തെക്കുറിച്ച് ദൈവത്തിനുള്ള വലിയ അഭിമാനം ഇവിടെ വെളിപ്പെടുത്തപ്പെടുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഇത്രയും വിശദമായിട്ട് പറയാൻ വിചാരിച്ചിരുന്നതല്ല കേട്ടോ. എന്നാൽ ഇന്ന് പകല് ഇങ്ങനെയൊരു പ്രകാശനം ദൈവം തന്നതുകൊണ്ട് അത് നിങ്ങളോടും കൂടെ പറയാം എന്ന് ഞാൻ കരുതുകയായിരുന്നു. 35-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള വാക്യങ്ങളിൽ ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ കാണുന്നത്, ഈ സംഭവം കഴിയുമ്പോൾ യഹോവയുടെ അരുളപ്പാട് യിരെമ്യാ പ്രവാചകന് ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അപ്പോൾ ഇവർക്ക് വീഞ്ഞൊക്കെ കുടിക്കാൻ കൊടുത്തു, അവർ കുടിക്കാതിരുന്നു, അവരുടെ ഉത്തരവൊക്കെ കേട്ടു. ഇത് കഴിഞ്ഞ് നമ്മൾ 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യഹോവയുടെ അരുളപ്പാട് പ്രവാചകൻ ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. പിന്നെ 13-ാമത്തെ വാക്യത്തിൽ ജനത്തോട് പ്രവാചകൻ നൽകുന്നതായ വളരെ ശക്തമായ സന്ദേശം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അത് ഒത്തിരി വിശദമായി ചിന്തിച്ചാലും നല്ലതാണ്. എങ്കിലും ഇന്ന് രാത്രി ഞാൻ അങ്ങനെ വിശദമായി പോകണം എന്ന് ആഗ്രഹിക്കുന്നില്ല. 2 വാക്യങ്ങൾ നമുക്ക് അവിടെ നിന്നൊന്ന് വായിക്കാം. അതിൽ നിന്ന് ചില വാക്കുകൾ മാത്രം ഞാൻ എടുത്തു പറയാം. 35-ാം അധ്യായത്തിൻ്റെ 14-ഉം 15-ഉം വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ
ഈ പ്രവാചകൻ വലിയ ആത്മീക പ്രചോദനത്തിൽ ദൈവജനത്തിന് കൈമാറുന്നതായ സന്ദേശമാണ് നമ്മൾ വായിക്കുന്നത്. വായിച്ചാട്ടെ 14ഉം 15ഉം വാക്യങ്ങൾ. രേഖാവിന്റെ മകനായ യോനാദാബ് തന്റെ പുത്രന്മാരോട് വീഞ്ഞു കുടിക്കരുതെന്ന് കൽപ്പിച്ചത് അവർ നിവർത്തിക്കുന്നു. അവർ പിതാവിന്റെ കൽപ്പന പ്രമാണിച്ച് ഇന്നുവരെ കുടിക്കാതിരിക്കുന്നു. എന്നാൽ ഞാൻ ഇടവിടാതെ നിങ്ങളോട് സംസാരിച്ചിട്ടും നിങ്ങൾ എന്നെ അനുസരിച്ചിട്ടില്ല. നിങ്ങൾ ഓരോരുത്തൻ താന്താന്റെ ദുർമാർഗം വിട്ടുതിരിഞ്ഞ് നിങ്ങളുടെ പ്രവൃത്തികളെ നന്നാക്കൂ. അന്യദേവന്മാരോട് ചേർന്ന് അവരെ സേവിക്കരുത്. അപ്പോൾ ഞാൻ നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും തന്ന ദേശത്ത് നിങ്ങൾ വസിക്കുമെന്നിങ്ങനെ പ്രവാചകന്മാരായ എന്റെ സകലദാസന്മാരെയും ഞാൻ ഇടവിടാതെ നിങ്ങളുടെ അടുക്കൽ അയച്ചു പറയിച്ചിട്ടും നിങ്ങൾ ചെവിചായ്ക്കുകയോ എന്റെ വാക്ക് കേട്ടനുസരിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ എന്ത് ഗൗരവമായിട്ടാണ് പ്രവാചകൻ ജനത്തോട് സന്ദേശം പറയുന്നത്. ഇവരെക്കുറിച്ച് വളരെ പ്രശംസയായിട്ട് പറഞ്ഞു. ഇവരും ആ നാട്ടിലൊക്കെ ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, ഈ യോനാദാബിൻ്റെ പുത്രന്മാർ ആ പിതാവ് കൊടുത്തതായ ആ കൽപ്പനകൾ അവർ അതുപോലെ നിവർത്തിച്ചിരിക്കുന്നു. അതെന്ത് മനോഹരമായൊരു സാക്ഷ്യമാണ്. അവർ പിതാവിൻ്റെ കൽപ്പന പ്രമാണിച്ച് ഇന്നുവരെ കുടിക്കാതെ ഇരിക്കുന്നു എന്ന് മനോഹരമായ സാക്ഷ്യം ഇവരെക്കുറിച്ച് പ്രവാചകൻ ജനത്തോട് പറയുന്നതായി നമ്മൾ കാണുകയാണ്. ഞാൻ ഈ വാക്യത്തിലൂടെ പോയപ്പോൾ ഓർത്തു, നമ്മെക്കുറിച്ച് ആളുകൾ ഉള്ളത് പറയും, ചിലപ്പോൾ ഇല്ലാത്തതും പറയും. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ശരിയായ മൂല്യങ്ങളെ സൂക്ഷിക്കുവാൻ ഇടയായിട്ട് തീർന്നാൽ ആ മൂല്യങ്ങൾ സൂക്ഷിക്കുന്നു എന്നുള്ളതിൻ്റെ സാക്ഷ്യം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. ഞാൻ ഈ 2 വാക്യം ഇന്ന് വായിക്കാനിടയായിട്ട് തീർന്നപ്പോൾ അതിലൊരു വാക്ക്, ആവർത്തിക്കപ്പെടുന്നൊരു വാക്ക് എന്നെ ഏറെ ചിന്തിപ്പിക്കുവാൻ ഇടയായിട്ട് തീർന്നു. 14-ാമത്തെ വാക്യത്തിൻ്റെ ഒടുവിൽ നമ്മൾ വായിക്കുന്നത്, എന്നാൽ ഞാൻ ഇടവിടാതെ നിങ്ങളോട് സംസാരിച്ചിട്ടും നിങ്ങൾ എന്നെ അനുസരിച്ചിട്ടില്ല. ആ പ്രയോഗം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്. ദൈവം എങ്ങനെ സംസാരിച്ചു എന്ന് പറയുന്നത്? ഇടവിടാതെ സംസാരിച്ചു. 14-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ അതേ കാര്യം തന്നെ 15-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ശക്തമായിട്ടത് ഓർപ്പിക്കുകയാണ്. പ്രവാചകന്മാരായ എൻ്റെ സകല ദാസന്മാരെയും ഞാൻ ഇടവിടാതെ നിങ്ങളുടെ അടുക്കൽ അയച്ച് പറയിച്ചിട്ടും നിങ്ങൾ ചെവിചായ്ക്കുകയോ എൻ്റെ വാക്ക് കേട്ടനുസരിക്കുകയോ ചെയ്തില്ല എന്ന് എന്തു വേദനയോടുകൂടിയാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഈ 14-ാമത്തെ വാക്യത്തിൽ ഇത് പറഞ്ഞതാണ്. പക്ഷെ ഒരിക്കൽ കൂടി പ്രവാചകൻ അത് ആവർത്തിക്കുകയാണ്. പ്രവാചകന്മാരായ എൻ്റെ സകല ദാസന്മാരെയും ഞാൻ ഇടവിടാതെ നിങ്ങളുടെ അടുക്കൽ അയച്ചു. ഞാനിവിടെ ഓർത്ത 2 കാര്യങ്ങൾ പറയുകയാണ്. ഇത്രയും തെറ്റിപ്പോയിട്ടും ദൈവം ഈ ജനത്തെ കൈവിടാതെ അവരോട് സംസാരിക്കേണ്ടതിനു വേണ്ടി തൻ്റെ ദാസന്മാരെ അയച്ചുകൊണ്ടിരുന്നു എന്നുള്ളത് എത്രയോ അനുഗ്രഹീതമായ കാര്യമാണ്. പ്രവാചക ശുശ്രൂഷയിലൂടെ ദൈവം ചെയ്തുകൊണ്ടിരുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പലപ്പോഴും ചിന്തിക്കാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. 2 തിമോഥെയോസ് 3:16 വാക്യത്തിൽ വചനത്താലുള്ള വളരെ പ്രധാനപ്പെട്ടൊരു ശുശ്രൂഷ എടുത്ത് പറയുന്നുണ്ടല്ലോ. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിയും വക പ്രാപിച്ച് തികഞ്ഞവൻ ആകേണ്ടതിന് ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു.
അപ്പോൾ വചനം കൊണ്ട് ദൈവം ചെയ്യുന്നൊരു കാര്യം എന്താണ്? ജനത്തെ ശാസിക്കുകയാണ്. വെളിപ്പാട് 3:19 എനിക്ക് പ്രിയമുള്ളവരെയൊക്കെ ഞാൻ ഒന്ന് പൂരിപ്പിക്കാമോ? ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. നമ്മൾ എന്തോരം വിശദമായി ഓർത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ വിശദീകരണം പറയുന്നില്ല. അപ്പോൾ പ്രവാചകന്മാരെ ദൈവം ഇവരുടെ അടുക്കൽ ഇടവിടാതെ അയച്ച് അവരുടെ പാപങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ശാസിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. വെളിപ്പാട് 3:19 വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തിലുള്ള വികാരം എന്താണെന്നുള്ളത് വളരെ വ്യക്തമല്ലേ? എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ശാസിക്കുക. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കട്ടെ, ഈ ജനം ഇത്രയും തെറ്റിപ്പോയപ്പോഴും ദൈവം അവരെ സ്നേഹിച്ച് ഇടവിടാതെ തൻ്റെ ദാസന്മാരെ അവരുടെ അടുക്കൽ അയച്ചു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. ഈ ഇടവിടാതെ എന്നുള്ള പ്രയോഗത്തിൽ ഞാൻ ഓർത്ത രണ്ടാമത്തെ കാര്യം, ഈ പ്രവാചകന്മാർ അയക്കപ്പെട്ടു, അവരിതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രതികരണം വളരെ മോശമാണ്, വളരെ മോശമാണ്. അത് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. ഇരമ്യാവിനത് പ്രത്യേകിച്ച് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് ഇരമ്യാവിനെ അറിയപ്പെടുന്ന ഒരു പേര് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർത്തായിരുന്നു, കരയുന്ന പ്രവാചകൻ എന്നറിയപ്പെടുകയാണ്. കാരണം ദൈവജനത്തിന് ദൂത് ലഭിച്ചിട്ടും അവർക്കത് ഉൾക്കൊണ്ട് മാനസാന്തരപ്പെടാൻ കഴിയാതിരിക്കുന്നു എന്നുള്ളത് പ്രവാചകനെ ഏറെ വേദനിപ്പിക്കുവാൻ ഇടയായിട്ട് തീരുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്നേഹം ഇവിടെ നമുക്ക് കാണാം. അപ്പോൾ തന്നെ ദൈവിക ഇടപെടലിലുള്ളതായ ആ തുടർമാനമായ ഇടപെടലിൻ്റെ മഹത്വവും നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. ഇപ്പോൾ രേഖാബ്യ കുടുംബം ഈ പ്രമാണങ്ങളെ കൃത്യമായി സാക്ഷിക്കുന്നവരാണെന്ന് ജനത്തിൻ്റെ മുമ്പിൽ വളരെ വ്യക്തമാക്കി തെളിയിച്ചിട്ട് ഈ ദൂത് ഒന്നുകൂടി കൈമാറുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. പഞ്ചവാക്യം തുടങ്ങുന്നത് യിരെമ്യാ പ്രവചനത്തിലെ ആവർത്തിച്ച് പറഞ്ഞിട്ടൊരു വാചകത്തിലാണ്. നിങ്ങൾ ഓരോരുത്തൻ താൻ്റെ ദുർമാർഗം വിട്ടുതിരിഞ്ഞ് നിങ്ങളുടെ പ്രവൃത്തികളെ നന്നാക്കുവിൻ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇതുവരെ അതൊക്കെ പ്രവാചകൻ കൂടെ പറഞ്ഞു. ഇപ്പോൾ ശരിയായ നിലയിൽ ജീവിക്കുന്ന ഒരു കുടുംബത്തെ അവരുടെ മുമ്പിൽ കാണിച്ചു കൊടുത്തിട്ട് ഈ പ്രബോധനം ആവർത്തിക്കുന്നു എന്നുള്ളത് പ്രിയപ്പെട്ടവരെ എത്രയോ മനോഹരമായിട്ടുള്ള ഒരു സത്യമാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കുകയാണ്, ദൈവം ഇടപെടാതെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ ആലോചനകളോട് അനുസരണം കാണിച്ച് വിധേയപ്പെടാനുള്ള ഉത്തരവാദിത്വം ഉണ്ട്. നമ്മുടെ പ്രവൃത്തികളെ നന്നാക്കാനായിട്ടുള്ളതായ വലിയ കടപ്പാടുണ്ട് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഞാനിവിടെ ഉൾക്കൊണ്ട് വലിയൊരു ദൂത് കൈമാറുകയാണ്. വ്യാപകമായിട്ടും ദൈവജനം തെറ്റിപ്പോയപ്പോൾ ഒരു കുടുംബം, യോനാദാബിൻ്റെ പിൻതലമുറ ആ കുത്തൊഴുക്കിലൊന്നും പെടാതെ വേറിട്ട് നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. ഇനി ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണ്. എനിക്കും നിങ്ങൾക്കും നമ്മുടെ കുടുംബത്തിൽ ചെയ്യാനായിട്ട് ദൈവം തന്നിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും കൃത്യമായി നിർവഹിച്ചാൽ വ്യാപകമായ വ്യതിചലനത്തിൻ്റെ നടുവിലും ദൈവം നിങ്ങളുടെ കുടുംബത്തെ ദൈവത്തിനു വേണ്ടി നേരോടെ നിർത്തുവാൻ ഇടയായിട്ട് തീരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കുടുംബ നിയോഗത്തിൻ്റെ മഹത്വം ഉൾക്കൊണ്ട് അതേറ്റവും വിശ്വസ്തമായി നിർവഹിക്കേണ്ടതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. നമ്മൾ ഈ ദിവസങ്ങളൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നതായ അധ്യായങ്ങളിലും ഈ വലിയ സത്യമുണ്ടല്ലോ. പുരോഹിതന്മാർ പോലും വഴിതെറ്റി
പോയ കാലഘട്ടത്തിൽ ഒരു കുടുംബം ശരിയായി നിന്നു എന്നുള്ളത് കൊണ്ട് അവർ ഉദ്ധാരണത്തിൻ്റെ വഴിയായിട്ട് തീർന്നു എന്നുള്ളത് നമുക്കിവിടെ എത്രയോ മനോഹരമായിട്ടും കാണുവാനായിട്ട് സാധിക്കുകയാണ്. അപ്പം അതുകൊണ്ട് അബ്രഹാമിന് ദൈവം തിരഞ്ഞെടുത്തതിൻ്റെ ഉദ്ദേശം പറയുകയാണ്, നീ നിൻ്റെ കുടുംബത്തോടും മക്കളോടും ഇത് കൽപ്പിക്കേണ്ടതിന് വേണ്ടിയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ വലിയ ഉത്തരവാദിത്വത്തിൻ്റെ മഹത്വം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കാം. ഒന്ന് രണ്ട് വാക്കുകൾ കൂടി ഞാനൊന്ന് ഓർപ്പിച്ചോട്ടെ. 35-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ യോനാദാബിൻ്റെ പുത്രന്മാർ അവരുടെ പിതാവ് കൽപ്പിച്ച ആ കൽപ്പന പ്രമാണിച്ചിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാക്കിയിട്ട് അവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഈ ജനമോ എൻ്റെ വാക്ക് കേട്ട് അനുസരിച്ചിട്ടില്ല. അപ്പം അവരെ ഈ ജനത്തിൻ്റെ മുമ്പിൽ പ്രവാചകൻ ഉയർത്തി കാണിക്കുകയാണ്. ഇവരനുസരിച്ചു, എന്നാൽ എൻ്റെ ജനം പൊതുവെ അതനുസരിച്ചില്ല എന്നുള്ളത് വ്യക്തമാക്കുകയാണ്. പറയുന്നത് വേദനയാണെങ്കിലും 17-ാമത്തെ വാക്യത്തിൽ അത് പറഞ്ഞിട്ട് വളരെ ഗൗരവതരമായൊരു സത്യം പ്രവാചകൻ എടുത്തു പറയുന്നുണ്ട്. ഞാൻ അവർക്ക് വിധിച്ചിരിക്കുന്ന അനർത്ഥമൊക്കെയും വരുത്തും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് പാപത്തിൻ്റെ മേൽ ശിക്ഷ നടത്താതിരിക്കാനായിട്ട് പറ്റുകയില്ല. ദൈവം ശാസിക്കും, മടക്കി വരുത്താനായിട്ട് ശ്രമിക്കും, ചില കൊച്ചു കൊച്ചു ശിക്ഷകൾ കൊടുത്തും മടക്കി വരുത്താനായിട്ട് ശ്രമിക്കും. പക്ഷേ ഇതെല്ലാം നിരാകരിക്കപ്പെട്ടാൽ എന്നാൽ പോട്ടെ എന്ന് നീതിമാനായ ദൈവത്തിന് ചിന്തിക്കാനായിട്ട് സാധിക്കില്ല. ഇത് പ്രവാചകൻ വളരെ പച്ചന് ജനത്തോട് പറഞ്ഞു. അതിൻ്റെ വേദനകളും താൻ ഏറ്റെടുക്കുവാൻ ഇടയായിട്ട് തീർന്നു. അതിലേക്ക് ഞാൻ പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, നാം ഈ 15-ാമത്തെ വാക്യത്തിൽ കണ്ടതുപോലെ നമുക്ക് നമ്മുടെ ദുർമാർഗം ഒക്കെ വിട്ടുതിരിയാനുള്ളതായ ആവശ്യകതയുണ്ടെങ്കിൽ, തിരുത്തേണ്ട പ്രവൃത്തികളുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, തിരുത്താനായിട്ട് ദൈവാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. ഇനി അതിൻ്റെ 18-19 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ രേഖാബ്യഗ്രഹത്തോട് പ്രവാചകൻ പിന്നെ സംസാരിക്കുകയാണ്. അപ്പോൾ ആ സംസാരിക്കുന്ന വാക്കുകൾ ഞാൻ വിശദീകരിക്കുന്നില്ല, നമുക്കങ്ങ് വായിച്ച് അവിടെ നിന്ന് കടന്നു പോകാം എന്ന് ഞാൻ കരുതുന്നു. 18-19 വാക്യങ്ങളൊന്ന് വായിച്ചേ. രേഖാബ്യഗ്രഹത്തോട് പറഞ്ഞത്, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അറിയിച്ചിരുന്നു, നിങ്ങൾ നിങ്ങളുടെ പിതാവായ യോനാദാബിന്റെ കൽപ്പന പ്രമാണിച്ച് അവന്റെ ആജ്ഞയൊക്കെയും അനുസരിച്ച് അവൻ കൽപ്പിച്ചതുപോലെയൊക്കെയും ചെയ്തിരിക്കൊണ്ട് എന്റെ മുമ്പാകെ നിൽപ്പാൻ രേഖാബിന്റെ മകനായ യോനാദാബിന് ഒരു കുരിശ് ഒരിക്കലും ഇല്ലാതെ വരികയില്ല എന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അറിയിച്ചിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നൊരു കാര്യം, ആ 18-ാമത്തെ വാക്യത്തിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ അവരോട് അവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ തൃപ്തി വെളിപ്പെടുത്തുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അവർ കൽപ്പിച്ചതൊക്കെയും ചെയ്തിരിക്കുന്നു. നമ്മുടെ ചിന്താവിഷയം എന്താ? അത് ചിന്തിക്കാനാണ് നമ്മൾ ഇതൊക്കെ ചിന്തിക്കുന്നത്. ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ. അപ്പോൾ യോനാദാബ് ഈ പ്രമാണങ്ങൾ ഒക്കെ താൻ സൂക്ഷിച്ച് ജീവിച്ചു. തൻ്റെ മക്കൾക്കത് പകർന്നു കൊടുക്കുവാൻ ഇടയായിട്ട് തീർന്നു. ഈ പ്രമാണം തെറ്റിച്ച് നടന്നിട്ടാണ് യോനാദാബ് ഇത് പിള്ളേരോട് പറഞ്ഞതെങ്കിൽ അവരൊരു കാരണവശാലും അത് സ്വീകരിക്കുവാൻ ഇടയായിട്ട് തീരുകയില്ല. ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കുക, നമ്മൾ പ്രമാണം തെറ്റിച്ച് നടന്നിട്ട് പിള്ളേരോട് നല്ല പ്രമാണം പഠിപ്പിച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ പ്രമാണങ്ങൾ ആദ്യം ആചരിച്ച് ജീവിക്കാനുള്ള വലിയ ഉത്തരവാദിത്വം ഉണ്ട്.
നമ്മളത് ചെയ്താൽ 19-ാമത്തെ വാക്യത്തിൽ ഇവർക്കൊരു വാഗ്ദത്തം കൊടുക്കുകയാണ്. എൻ്റെ മുമ്പാകെ നിൽപ്പാൻ യോനാദാബിനൊരു പുരുഷൻ ഒരിക്കലും ഇല്ലാതെ വരികയില്ല. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഞാനിന്ന് രാത്രി ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഞാനെന്തെങ്കിലും ദൈവം തന്ന പ്രമാണം സൂക്ഷിക്കുകയും ആ പ്രമാണം അടുത്ത തലമുറയിലേക്ക് കൈമാറുകയും ചെയ്താൽ ആ ശുശ്രൂഷ നിശ്ചയമായിട്ടും വിജയകരമായിട്ട് തീരും എന്നുള്ളതിന് ഒട്ടും സംശയം വേണ്ട. ഇത് ദൈവിക വാഗ്ദത്തത്തിൽ ഉൾപ്പെടുന്നതായ കാര്യമാണ്. നമുക്ക് ചിലപ്പോൾ ചില ആശകളൊക്കെ പിശാച് കൊണ്ടുവരും. എൻ്റെ കാലത്തൊക്കെ നന്നായി പോയി, ഇനിയൊന്നും മുമ്പോട്ടൊന്നും പോയപ്പോൾ ഇതൊന്നും നന്നായി പോകുമെന്നൊന്നും തോന്നുന്നില്ല എന്നൊക്കെ വിലപിക്കുന്ന ഒത്തിരി ആളുകളെ കണ്ടിട്ടുണ്ട്. നമ്മളങ്ങനെ വിലപിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഉത്തരവാദിത്വം നാം ഏറ്റവും കൃത്യമായി നിർവഹിച്ചാൽ അടുത്ത തലമുറയ്ക്ക് സൂക്ഷിക്കാനുള്ളതായ കാര്യങ്ങൾ അവരേക്ക് പ്രാർത്ഥനാപൂർവം കൈമാറുവാൻ ഇടയായിട്ട് തീർന്നാൽ ഈ മൂല്യം സൂക്ഷിക്കപ്പെട്ടുകൊണ്ടും എന്നുള്ളത് ഒരു വാഗ്ദത്തമായിട്ട് ആ കുടുംബത്തിന് പ്രവാചകനിലൂടെ ദൈവം നൽകുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കുടുംബത്തിൽ ആചരിച്ച് പഠിപ്പിക്കുന്നത് അതിൽ തന്നെ എത്രയോ മനോഹരമാണ് എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് കഴിയും. ഇവിടെ ഒരു ഭയനിർദ്ദേശമില്ലേ? ഇസ്രയേലിനെല്ലാം ഈ പ്രമാണം കിട്ടിയ ആളുകളല്ലേ, അവർക്ക് ഈ നിയോഗം ഉണ്ടായിരുന്നതല്ലേ. പക്ഷേ അവർക്കത് വളരെ കൃത്യമായി സൂക്ഷിക്കുവാൻ കഴിയാതെ പോയി എന്നുള്ളത് നമുക്കിവിടെ വളരെ ഗൗരവമായിട്ടും ഉൾക്കൊള്ളാൻ കഴിയേണ്ടുന്നതായ കാര്യമാണ്. അനേകർക്ക് സാധിക്കാതെ പോയപ്പോൾ ഈ കുടുംബത്തിനത് സാധിച്ചു എന്നുള്ളത് ജനത്തിൻ്റെ മുമ്പിൽ അവരെ ചൂണ്ടിക്കാണിച്ച് പ്രവാചകൻ വ്യക്തമാക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. ഞാൻ ഈ അധ്യായത്തിലൂടെ കടന്നു പോയപ്പോൾ 3 കുടുംബങ്ങളെ ഓർത്തു. ആ കുടുംബങ്ങൾ നമുക്ക് പരിചയമുള്ളതാണ്, ഞാനങ്ങ് പറഞ്ഞ് പോകാം. ഉൽപ്പത്തി 6-7 അധ്യായങ്ങളിൽ ഇതുപോലുള്ളൊരു കുടുംബം ഉണ്ട്. ഇത്രയും വെളിച്ചം കിട്ടാത്തൊരു കാലം, അരുളപ്പാടുകൾ എഴുതി കിട്ടാത്തൊരു കാലം. പക്ഷേ അവർ കിട്ടിയ അരുളപ്പാടിനോട് ഏറ്റവും വിശ്വസ്തരായിട്ട് നിന്നു. ഏത് കുടുംബമാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ അല്ലേ? നോഹയും കുടുംബവും. അവർ രണ്ടാമതൊരു കുടുംബം ഉണ്ടായിരുന്നില്ല. ഈ യോനാദാബിൻ്റെ പിള്ളേരെ പോലെ ഇനി വേറെ ഏതെങ്കിലും കുടുംബങ്ങളിൽ അങ്ങനെ ആളുകൾ ഉണ്ടായിരുന്നോ എന്നുള്ളത് നമുക്ക് അറിയാൻ പാടില്ല. ഉണ്ടായിരുന്നു കാണുകയില്ലെന്നാണ് എൻ്റെ വിചാരം. ഉണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തി ഇവരെ മാത്രം അങ്ങനെ പറയാൻ്റെ ആവശ്യമില്ലല്ലോ. പക്ഷേ ഞാനിവിടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ലോകത്തിൽ വേറെ ആരുമില്ലാത്തൊരു കാലം. പക്ഷേ ആ കുടുംബം അവരെക്കുറിച്ച് ദൈവം ആഗ്രഹിച്ച മൂല്യങ്ങളെ, വചനങ്ങളെ ഏറ്റവും കൃത്യമായി സൂക്ഷിച്ചു. നമുക്കതിൻ്റെ ബാക്കി പത്രം അറിയാം. വേറെ ആരും മാനസാന്തരപ്പെട്ടൊന്നും വന്നില്ല. പക്ഷേ ആ കുടുംബത്തിലൂടെയാണ് ലോകത്തിൻ്റെ പിൽക്കാല ചരിത്രം ദൈവം എഴുതുവാൻ ഇടയായിട്ട് തീർന്നത്. അതിനേക്കാൾ കൂടുതൽ എന്ത് ദൈവം ചെയ്യണം? ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, ഈ മൂല്യത്തെ എല്ലാ അർത്ഥത്തിലും സൂക്ഷിക്കാനായിട്ട് ദൈവാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. നമ്മൾ കൂടെ ചിന്തിക്കാറുള്ളതായ ഒരു കുടുംബമുണ്ടല്ലോ, വചനം പ്രമാണിച്ച കുടുംബം, അങ്ങനെ സാക്ഷ്യം ദൈവത്തിൽ നിന്ന് പ്രാപിച്ച കുടുംബം. ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ സെഖര്യാവിനെയും എലിസബത്തിനെയും കുറിച്ച് ദൈവാത്മാവ് രേഖപ്പെടുത്തുമ്പോൾ അവർ കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവർ ആയിരുന്നു. നമുക്കറിയാം, നമ്മുടെ കർത്താവിന് വഴികാട്ടി ആകാനായിട്ട് ഒരാളെ ദൈവത്തിന് ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരാളെ കൊടുക്കാനായിട്ട് ദൈവം തീരുമാനിച്ചപ്പോൾ ആദ്യം ആ മകനെ സ്വീകരിക്കാനായിട്ട് ഒരു കുടുംബത്തെ ദൈവം ഒരുക്കുകയായിരുന്നു. ദൈവീക പദ്ധതികളുടെ മഹത്വം നമുക്ക് അവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. അവരങ്ങനെ നിന്നു എന്നുള്ളത് കൊണ്ട്
ലോകരക്ഷകന് വഴിയൊരുക്കാനുള്ളതായ ആ മകന് ആ കുടുംബത്തിന് നൽകുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം പ്രസാദിച്ചു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിയിൽ ഇവിടുന്ന് മുമ്പോട്ട് പോകട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവം തന്നിട്ടുള്ള ഈ വലിയ ഉത്തരവാദിത്വം, വചനം പ്രായോഗികമാക്കി ജീവിക്കാനുള്ള ഉത്തരവാദിത്വം എല്ലാ വിശ്വസ്തതയിലും നിർവഹിക്കാനായിട്ട് സാധിക്കേണ്ടിയിരിക്കുന്നു. കർത്താവ് നമുക്കതിനാവശ്യമായ കൃപ നൽകട്ടെ. ഞാനീ പറഞ്ഞതിൽ ഈ മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരവുണ്ട് എങ്കിലും ഒരു ചോദ്യമായിട്ട് ചോദിക്കുന്നു. കൽപ്പിക്കുന്നതിന് മുമ്പ് അബ്രഹാം എന്ത് ചെയ്യണമായിരുന്നു എന്നുള്ളത് ആ വാക്യത്തിൽ പ്രത്യേകിച്ച് എടുത്തു പറയുന്നതായി കാണുന്നുണ്ട്. ഞാനിനി അതിനൊരു വലിയ വിശദീകരണം പറയേണ്ട ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അവർ കുടുംബത്തിൽ നീതിയോടെ ന്യായത്തോടെ പ്രവർത്തിക്കേണ്ടിയിരുന്നു എന്നുള്ളത് വളരെ പ്രത്യേകമായി അവിടെ നമ്മൾ കാണുകയാണ്. ഇവിടെ ഞാൻ 1-2 പരിചയമുള്ള വാക്യങ്ങൾ പറഞ്ഞ് പോകാം. 128 സംഘത്തിലെ 1-ാം വാക്യം ഞാൻ ഇന്നലെ ഇവിടെ വചനം പറഞ്ഞപ്പോഴും പറഞ്ഞു എന്നെനിക്ക് തോന്നുന്നു. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴിയിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. ഞാൻ 4-ാം വാക്യം ഇന്നലെ ഇവിടെ പറഞ്ഞായിരുന്നല്ലോ. 4 അതിൻ്റെ ചേർന്ന് വരുന്ന വാക്യം. നിൻ്റെ ഭാര്യയെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. പിന്നെ പിള്ളേരെക്കുറിച്ച് പറയുന്ന കാര്യം പറഞ്ഞായിരുന്നല്ലോ. നിൻ്റെ മക്കൾ നിൻ്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ഇരിക്കും. അത് ഞാൻ വേറെ എവിടെയെങ്കിലുമാണോ പറഞ്ഞത്, ഓർക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കാൻ ഇടയായിട്ട് തീരുമ്പോൾ അത് അടുത്ത തലമുറയെ ഏറ്റവും ശരിയായി രൂപപ്പെടുത്തുന്നതിന് മുഖാന്തരമായിട്ട് തീരും എന്നുള്ളത് നാം ഇവിടെ കാണുകയാണ്. നമ്മൾ സാധാരണ ചിന്തിക്കാനുള്ളൊരു കാര്യം ഞാൻ ഓർപ്പിക്കുകയാണ്. കുടുംബത്തിനൊരു മഹത്വമുണ്ട്. ഒരു ജീവിതം മറ്റ് ജീവിതങ്ങളോട് സംസാരിക്കും. ഈ പ്രമാണം വെളിപ്പെടുത്തുന്ന മനോഹരമായ ചില വാക്യങ്ങളുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർക്കാറുള്ളതായതുകൊണ്ട് അത് വായിക്കണ്ട എന്ന് ഞാൻ കരുതുന്നു. 1 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങളിൽ സഹോദരിമാർക്ക് പ്രബോധനം നൽകുമ്പോൾ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുന്ന കാര്യമൊക്കെ പറയുന്ന കൂട്ടത്തിൽ ഭർത്താക്കന്മാർ വചനം അനുസരിക്കാത്ത പക്ഷം ഭാര്യമാർ എന്ത് ചെയ്യണം എന്ന് അവിടെ പറയുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്, ഭയത്തോടു കൂടിയ നിർമ്മലമായ നടപ്പോടെ വീട്ടിൽ ജീവിക്കണം. എന്നിട്ട് അവിടെ പറയുന്നത് എന്താണ്? അങ്ങനെ ജീവിച്ചാൽ വചനം അനുസരിക്കാത്ത ഭർത്താവ് വചനത്തിൻ്റെ അനുസരണത്തിലേക്ക് വരും. വചനം കൂടാതെ ചേർന്ന് വരും. വചനം കൂടാതെ ചേർന്ന് വരും എന്ന് പറഞ്ഞാൽ പിന്നെ വചനമൊന്നും ആവശ്യമില്ലെന്നല്ല എൻ്റെ അർത്ഥം. ആ സഹോദരി വചനം പ്രായോഗികമാക്കി ജീവിക്കുന്നത് അവളുടെ ഭർത്താവിനെ ആത്മീകമായി സ്വാധീനിക്കുവാൻ ഇടയായിട്ട് തീരും. ഒരു ഭർത്താവിനെ വചനമനുസരിച്ച് ജീവിക്കുന്നൊരു ഭാര്യയ്ക്ക് ആത്മീകമായി സ്വാധീനിക്കാമെങ്കിൽ ആ സഹോദരി പ്രസവിച്ച് വളർത്തുന്ന മക്കളെ എത്രയധികം സ്വാധീനിക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ സൂക്ഷിച്ച് നാം വീട്ടിൽ പാർക്കുന്നു എന്നുള്ളത് എത്രയോ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ വിശദീകരിക്കേണ്ട ഒരു വാക്യമുണ്ട്. 1 തിമോഥെയോസ് 2-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ വീട്ടമ്മമാർ വീട്ടിൽ എങ്ങനെ പാർക്കണമെന്നുള്ളതിന് 4 ഉത്തരങ്ങൾ ഉണ്ട്. നമുക്കൊന്ന് വായിച്ചു മാത്രം പോകാം. 1 തിമോഥെയോസ് 2-ന്റെ 15-ാമത്തെ വാക്യം. വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധീകരണത്തിലും സുബോധത്തോടെ പാർക്കുന്നുവെങ്കിൽ അവൾ മക്കളെ പ്രസവിച്ച് രക്ഷപ്രാപിക്കും. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ പാർക്കേണ്ടതുപോലെ പാർത്താൽ മക്കളെ പ്രസവിച്ച് രക്ഷപ്രാപിക്കും. എങ്കിലും ഒരു വാചകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സംശയം ബാക്കി നിന്നാലോ. 2-ാം അധ്യായത്തിൽ
സഹോദരിമാർക്ക് സഭയിലുള്ള ശുശ്രൂഷയുടെ ഒരു നിയന്ത്രണം പറയുകയാണ്. സഭയിൽ വചനം പ്രസംഗിക്കാൻ പ്രബോധിപ്പിക്കാനായിട്ടുള്ള അനുവാദം സഹോദരിമാർക്ക് കൊടുക്കുന്നില്ല. അതിൻ്റെ കാരണം അവിടെ വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ വളരെ കൃത്യമായിട്ടൊക്കെ എഴുതി വച്ചിട്ടുണ്ടെങ്കിലും വചനം പ്രമാണിക്കുന്നു എന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾ ഇതൊക്കെ എത്രയോ ലംഘിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ യാദൃച്ഛ്യമായിട്ടൊരു സുവിശേഷയോധന നോട്ടീസ് ഞങ്ങളുടെ വീട്ടിൽ കണ്ടു. ഒരാളൊരു പ്രസംഗകയാണ്. ഒരു പകലും രാത്രി അവർ തന്നെയാണ് പ്രസംഗിക്കണമെന്ന് പ്രത്യേകിച്ച് എഴുതി വെച്ചിട്ടുമുണ്ട്. എന്തൊരു കാലം! ഇതെല്ലാം ഭംഗിയായിട്ട് വായിക്കുന്ന ആളുകൾക്ക് ഇത് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ളത് സങ്കടകരമെന്നേ പറയേണ്ടുള്ളൂ. ഞാൻ യാദൃശ്യമായിട്ടങ്ങ് പറഞ്ഞു, ഇന്ന് പകൽ കണ്ടതായതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതിനൊരു നിബന്ധനയുണ്ട്. അപ്പം അതുകൊണ്ട് 15-ാമത്തെ വാക്യത്തിൽ പറയുക, സഹോദരിമാർക്ക് ദൈവം കൊടുത്തിട്ടുള്ള ആ ഉത്തരവാദിത്വവും വീട്ടിൽ ഭംഗിയായി നിവർത്തിക്കുവാൻ ഇടയായിട്ട് തീർന്നാൽ അവർ വളർത്തിയെടുക്കുന്ന മക്കൾ ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുവാൻ ഇടയായിട്ട് തീരുമ്പോൾ ദൈവഭക്തിയുടെ വഴിയിൽ ദൈവം തന്നുള്ള ആ നിബന്ധനയെ വിജയകരമായിട്ട് അതിജീവിക്കുവാൻ സാധിക്കും. അങ്ങനെ അതിജീവിച്ചിട്ടുള്ള എത്രയോ സഹോദരിമാർ ബൈബിൾ ചരിത്രത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പേര് പറഞ്ഞാൽ നിങ്ങൾ പറയുമെന്ന് എനിക്കറിയാം. ഇനി ചോദിച്ചും പറഞ്ഞിരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാനങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കാം. 2 തിമോഥെയോസ് 1:5 വാക്യത്തിൽ തിമോഥെയോസ് വചനം പറയുമ്പോൾ സന്തോഷിക്കുന്ന മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിച്ച 2 സ്ത്രീകളെ നമുക്ക് ആ പശ്ചാത്തലത്തിൽ കാണാം. അവരുടെ പേരെന്ന് പറഞ്ഞിട്ട് യുനീക്കയും അവളുടെ അമ്മ ലോവീസും. കാരണം ഈ മകനും കൊച്ചുമകനും ഒക്കെ വചനം പകർന്നു കൊടുത്തു. അവൻ ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ അവരോർത്ത് സന്തോഷിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വഴികൾ എത്രയോ മനോഹരമാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാനൊരു റെഫറൻസ് പറഞ്ഞ് അവസാനിപ്പിക്കാം. ആ റെഫറൻസിൽ അടുത്ത ആഴ്ച തുടങ്ങാം എന്ന് കരുതുന്നു. അബ്രഹാമിനെ കുറിച്ച് എബ്രായ ലേഖനകാരൻ എഴുതുമ്പോൾ 11-ാം അധ്യായത്തിന് 9-10 വാക്യങ്ങളിൽ ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് അവിടെ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. നമുക്ക് മനപ്പാടം അറിയാവുന്ന വാക്യമാണത്. അത് നിങ്ങൾ അടുത്ത ആഴ്ച വരുമ്പോൾ ഒന്ന് ഓർമ്മിച്ചുകൊണ്ട് വന്നോളൂ. അബ്രഹാം ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ടാണ് തൻ്റെ പ്രത്യാശയെ സാക്ഷ്യപ്പെടുത്തുവാൻ ഇടയായിട്ട് തീർന്നത്. അതുകൊണ്ട് ദൈവം നമുക്ക് താമസിക്കാൻ തന്നിട്ടുള്ളത് കൂടാരത്തിൽ, വീട്ടിൽ നമുക്ക് മക്കളോടും കൊച്ചുമക്കളോടും കൂടെ പാർക്കേണ്ടതുപോലെ പാർത്ത് ദൈവം തന്നിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റവും വിശ്വസ്തമായി നിർവഹിക്കാം. അപ്പോൾ അതുകൊണ്ട് പേരൻസിന് മാത്രമല്ല ഗ്രാൻഡ് പേരൻസിനുമൊക്കെ ഈ ഉത്തരവാദിത്വം മനസ്സിലാക്കിയാൽ വളരെ ബിസിയായിട്ട് തങ്ങളുടെ ജീവിതചര്യകളെ ക്രമീകരിക്കാനായിട്ട് സാധിക്കും. ഒന്നും ചെയ്യാനില്ല എന്നൊന്നും പറയേണ്ടി വരികയില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും മക്കളും കൊച്ചുമക്കളൊക്കെ കൂടെ ഉണ്ടെങ്കിലല്ലേ അത് പറ്റുകയുള്ളൂ. കൂടെ ഇല്ലാത്ത സാഹചര്യം എന്നുള്ളത് സങ്കടകരമെന്നല്ലാതെ ഒന്നും പറയാനായിട്ടില്ല. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം നമുക്ക് തന്നിട്ടുള്ളതായ ഈ വലിയ ദൗത്യം എല്ലാ വിശ്വസ്തതയിലും നിർവഹിക്കുന്നു എന്നുള്ളത് സൂക്ഷ്മതയോടുകൂടി ഉറപ്പാക്കേണ്ടതിന് സ്വർഗത്തിലെ ദൈവം നമുക്ക് ഏവർക്കും കൃപ നൽകട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.